ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. മാറി മാറി കുപ്പായങ്ങൾ അണിഞ്ഞു അവൻ ആ പരമദരിദ്രന്റെ മുമ്പിൽ തന്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ സമ്പത്ത് പ്രദർശിപ്പിക്കുകയാണ്. എപ്പോഴാണ് മനുഷ്യൻ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത്? നമുക്കറിയാവുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്പന് അർത്ഥം കിട്ടിയാൽ ബാക്കി നിങ്ങൾക്കറിയാം. ഒരാൾ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത് അയാൾക്ക് അയാളിൽ തന്നെ വലിയ ആത്മവിശ്വാസമോ ആത്മാദരമോ ഒന്നുമില്ല. അയാൾ മറ്റു പലതിലുമാണ് ആശ്രയിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ കർത്താവ് യേശു മശീഹ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയിലും ധനവാനായ മനുഷ്യന് പേരില്ല, ധനവാൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ധനമുള്ളത് ഒരു തെറ്റല്ല, എന്നാൽ അത് തെറ്റിലേക്ക് വരാനുള്ള ഒരു സാധ്യത അവിടെ വെക്കുന്നുണ്ട്. എന്താണ്? സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സമ്പത്തിൽ നിന്നല്ല, മറ്റെന്തിൽ ആശ്രയം വെച്ചാലും അത് നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെയാണ് കുറയ്ക്കുന്നത്. അതാണ് പാപം. സമ്പത്തിൽ നിന്നല്ല, ഈ ഭൗമികമായ മറ്റെന്തിൽ നമ്മൾ ആശ്രയം വെച്ചാലും അത് നമ്മുടെ ദൈവാശ്രയത്തെ കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരമൊരു പരാമർശം നമ്മുടെ കർത്താവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുന്നത് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുക. അതുകൊണ്ട് ഇനി ഈ കഥയിൽ ഉടനീളം ധനവാനായ മനുഷ്യനെന്ന് പരാമർശിക്കുമ്പോൾ ധനത്തിൽ ആശ്രയിക്കുന്നവനെന്ന് ഹൃദയത്തോട് ചേർത്ത് വായിക്കണം. അല്ലാതെ ധനമുള്ളത് കുഴപ്പമൊന്നുമല്ല. ഒരർത്ഥം കൂടി നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ധനം എന്നാൽ അതിന്റെ എറ്റിമോളജി ജീവിതത്തെ ധന്യമാക്കുന്നത് എന്തോ അതാണ് ഒരാളെ സംബന്ധിച്ച് ധനമായിരിക്കേണ്ടത്. ജീവിതത്തെ ധന്യമാക്കുന്നത്, തൃപ്തമാക്കുന്നത് എന്തോ. അതുകൊണ്ടാണ് ചില ആളുകൾ പാടുന്നത്, വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്പൊ ഇത്തരത്തിൽ ഓരോ മനുഷ്യന്റെയും വീക്ഷണഗതി അനുസരിച്ച് അത് ആപേക്ഷികമാണ്. അവനവൻ എന്താണോ ജീവിതത്തിൽ സംതൃപ്തി നൽകുന്നത് അതനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഈ കഥയിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്തിലാണ് അയാൾക്ക് താല്പര്യം. അപ്പൊ അതുകൊണ്ട് അയാളുടെ ആടയാഭരണങ്ങളുടെ വലിപ്പം കൂട്ടിക്കൊണ്ട്, അയാൾ തന്റെ സ്ഥാനചിഹ്നങ്ങളുടെ വലിപ്പം കൂട്ടിക്കൊണ്ട് അയാൾ തന്നെ പ്രദർശിപ്പിക്കുകയാണ്. ഒരാളുടെ സമ്പന്നതയുടെ പ്രദർശനത്തെ കുറിച്ച് കുറെ കൂടി വ്യക്തമായി തന്നെ ശ്രോതാക്കൾക്ക് ബോധ്യമാകാൻ സ്വർണ്ണനാമകാരനായ മാർ ഈവാനിയോസ് നീതിയുടെ പ്രവാചകനായ ആമോസിന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിന്മേൽ ചാരിക്കിടക്കുന്നവരെ അധാർമികതയുടെ ദുർമാർഗത്തിന്റെ ഉച്ചനീചത്വങ്ങളുടെ ഒരു കാലാവസ്ഥയിൽ നീതിയുടെ പ്രവാചകനായി എഴുന്നേറ്റ് വന്ന ആമോസിന്റെ പ്രവചന പുസ്തകത്തിലെ വരികളാണ്. നിർദ്ദയം, നിർദാക്ഷിണ്യം, തന്റെ കേൾവിക്കാരോട് നിശിതമായ വിമർശനങ്ങൾ ഉയർത്തിയ പ്രവാചകനാണ് ആമോസ്. അദ്ദേഹം അക്കാലത്തെ ധനവാന്മാരുടെ സമ്പത്തിന്റെ പ്രദർശനത്തെ വിശേഷിപ്പിക്കുന്നതിൽ ഒരു ദൃഷ്ടാന്തമാണ് ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിന്മേൽ ചാരിക്കിടക്കുന്നവരെ. ആനക്കൊമ്പ് നമ്മൾക്കറിയാം, വളരെ വിലപിടിപ്പുള്ളതാണ്. ഏത് കട്ടിലേക്ക് കിടന്നാലും ഉറങ്ങാം. എന്നാൽ തനിക്ക് സമ്പത്തുള്ളപ്പോൾ ഒരാൾക്ക് ആനക്കൊമ്പ് കൊണ്ട് കട്ടിലുണ്ടാക്കാം. മനുവേസ് പിള്ളയുടെ പുസ്തകത്തിന്റെ പേര് തന്നെ എങ്ങനെയാണ്? ഐവറി ത്രോൺ, ദന്തസിംഹാസനം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അറിയപ്പെടാത്ത കഥനങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ ഐവറി ത്രോൺ എന്നാണ്. ഇങ്ങനെ ധാരാളിത്തത്തിന്റെ സൂചനകളെ കുറിച്ച്, ധാരാളിത്തത്തിൽ മയങ്ങുന്ന, ധനത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് വിശ്വാസികളായ ക്രിസ്തുവിനെ പിന്തുടരുന്നവരായതിന്റെ ശ്രോതാക്കളോട്
അദ്ദേഹം പറഞ്ഞു വെക്കുന്നു വേദപുസ്തകത്തിലെ വേറെ 2 കിടക്കകളെ കുറിച്ച്. ഒന്ന് മഹാരാജാവിന്റെ കിടക്കയാണ്. മഹാരാജാവ് എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല, ദാവീദ് മഹാരാജാവാണ്. ദാവീദ് മഹാരാജാവിന്റെ കിടക്ക 6-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കും. That was not adorned with silver and gold, but with tears and confession. അത് സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതല്ല, അനുതാപത്തിന്റെയും കണ്ണുനീരിന്റെയും നിതാന്തമായ ആധ്യാത്മ ജാഗ്രതയുടെയും കിടപ്പാണ്. മറ്റൊരു കിടക്കയെ കുറിച്ച് പരാമർശിക്കുന്നത് ഗോത്രപിതാവായ യാക്കോബിന്റെ കിടക്കയാണ്. ഒരു കല്ല് തലയണയാക്കി വെച്ചിട്ടാണ് അയാൾ കിടക്കുന്നത്. ആ കിടപ്പിൽ സ്വർഗത്തോളമേറുന്ന ഗോവണിയുടെ ദർശനം അദ്ദേഹത്തിനുണ്ടാവും. ദർശനത്തിന്റെ കിടപ്പാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, സാധാരണക്കാരായ നമ്മൾക്ക് എന്ത് ദർശനം? ഓരോ ദിവസത്തെയും അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നമ്മളെ സംബന്ധിച്ച് എന്ത് ദാർശനിക വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനാണ്? എം മുകുന്ദന്റെ ഒരൊറ്റ വരി കഥയുണ്ട്. ഒരു പശുവായി ജനിച്ചാൽ മതിയായിരുന്നു, വലിയ ദാർശനികതയൊന്നുമില്ലല്ലോ, അല്പം പുല്ലും വെള്ളവും കിട്ടിയാൽ മതി, കഥ കഴിയും. ഒരു പശുവായി ജനിച്ചാൽ മതിയായിരുന്നു, വലിയ ദാർശനികതയൊന്നുമില്ലല്ലോ, അവരുടെ ദുഃഖത്തെക്കുറിച്ച് ആശങ്കയില്ലല്ലോ, നിരന്തരം അവരെ ദുഃഖത്തിലാഴ്ത്തുന്ന സാഹചര്യങ്ങൾ നിർമ്മിക്കുന്നവരെ കുറിച്ച് ആത്മരോഷം കൊള്ളേണ്ടതില്ലല്ലോ. ഇങ്ങനെ ജീവിതത്തിൽ ഒന്നിലും ഇടപെടാതെ തൻകാര്യം മാത്രം നോക്കി, തന്റെ പുല്ലും വെള്ളവും മാത്രം നോക്കി ജീവിതം അവസാനിപ്പിക്കാനും നമുക്ക് പറ്റും. അത്തരത്തിലൊരു ദാർശനികമായ വ്യഥ, ഒരു ദർശനത്തിന്റെ ഇടം, അത് ഈ ധനത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ അന്യമാണ്. എന്നാൽ തന്റെ ശ്രോതാക്കളായ വിശ്വാസികളോട് അദ്ദേഹം വീണ്ടും പറയുന്നു, നമുക്ക് വേണ്ടത് അനുതാപത്തിന്റെ ജാഗ്രതയും ദർശനത്തിന്റെ ഔന്നത്യവുമുള്ള നടപ്പും കിടപ്പുമാണ്. എം.എൻ. വിജയൻ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഉറങ്ങാൻ നമുക്ക് പട്ടുമെത്തകളും മണിമാളികകളും മതി, ഉണർന്നെണീക്കാൻ മറ്റ് പലതും വേണം. ഒരു സ്വപ്നം, ഒരു പ്രതീക്ഷ, ഒരു പ്രത്യയശാസ്ത്രം, ഒരു വിശ്വാസ പ്രമാണം, ഇങ്ങനെ പലതും വേണം. ഉറങ്ങാൻ നമുക്ക് പട്ടുമെത്തകളും മണിമാളികകളും മതി. ഇങ്ങനെ ഈ കഥയിലെ ആദ്യത്തെ കഥാപാത്രത്തിന്റെ 2 വിശേഷണങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഇനി പരമദരിദ്രനായ മറ്റൊരു കഥാപാത്രം ലാസർ. അയാൾക്ക് ഈ പിതാവ് സമ്മാനിക്കുന്ന വിശേഷതകൾ 9 എണ്ണമാണ്. ഈ 3 വരിയിൽ നിന്ന് ആദ്യ വായനയിൽ, അല്ലെങ്കിൽ ഞാനിനി പറയാൻ പോകുമ്പോൾ, പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതൊന്നും അത്ര കാര്യഗൗരവമുള്ള കാര്യമല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിലാണ് ആ വിശേഷണങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യത്തെ ഡിസ്ക്ലെയിമർ ഇവിടെ പറയുകയാണ് ഈ കഥയെക്കുറിച്ച്. ഇത് മോശ പറഞ്ഞ കഥയല്ല, ഇത് ഞാൻ പറഞ്ഞ കഥയല്ല, ഇത് യേശു പറഞ്ഞ കഥയാണ്. ഈ വാക്യം ഞാൻ ഇനി പലതവണ ഈ പ്രഭാഷണത്തിൽ ആവർത്തിക്കും. ഈ കഥയുടെ ഗൗരവം എത്രമാത്രമുണ്ട് എന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആഞ്ഞാഞ്ഞ് തറയ്ക്കുന്നതിന് അത് നിങ്ങളെ സഹായിക്കും. പരമദരിദ്രനായ ലാസർ, അയാളുടെ ഒന്നാമത്തെ പ്രത്യേകത അയാളുടെ ദാരിദ്ര്യവും രോഗവുമാണ്. വളരെ സിമ്പിൾ, നമ്മൾക്കറിയാം. ദാരിദ്ര്യവും രോഗവും എന്ന അയാളുടെ വിശേഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾക്ക് വിഭാവനം ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള ദാരിദ്ര്യത്തിലും രോഗാവസ്ഥയിലുമാണ് ഈ മനുഷ്യൻ. ബെന്യാമിൻ എഴുതിയതുപോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതം ഒരു കെട്ടുകഥയാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ സന്തോഷ് ഏച്ചിക്കാനും ബിരിയാണിയുടെ മുമ്പിൽ എഴുതിയതുപോലെ, ബിരിയാണി ഒരു ചെറുകഥയാണ്, ചെമ്പിന്റെ പുറത്ത് എഴുതിയത്. നിങ്ങളോട് ഒരാളയാളുടെ സങ്കടം, മറ്റൊരാളോട് നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെക്കുമ്പോൾ, നിങ്ങൾ കടന്നുപോയ സങ്കടങ്ങളിലൂടെ, സമാനമായ അവസ്ഥകളിലൂടെ നേരിയ തോതിലെങ്കിലും
നിങ്ങളെ കേൾക്കുന്നയാൾ കടന്നുപോയിട്ടില്ല